അങ്ങനെ നവീൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നല്ല ബന്ധം ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാരനത് ഉറപ്പിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, നല്ല ബന്ധം വന്നാലും എൻ്റെ മനസ്സിന് 100% യോജിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയും. അയാളുടെ മുൻപിൽ പോയി മാത്രമേ ഞാൻ താലി കെട്ടാനായിട്ട് ഇരുന്ന് കൊടുക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അന്നേരം നവീൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ നവീൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, നവീനേട്ടൻ്റെ മനസ്സിൽ ഒരാളുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്, ആ ആളുടെ പേരെന്താ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള തടസ്സം അമ്മ തന്നെയാണ്. അമ്മക്ക് അങ്ങനെയുള്ളവരെയൊന്നും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്നെപ്പോലെ ഇത്തിരി തൻ്റെ ഇടം കൂടുതലുള്ള പെൺകുട്ടികളെയാണെങ്കിൽ അമ്മയെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ നവീനേട്ടൻ്റെ മുത്തശ്ശനോടും പറയാലോ, മുത്തശ്ശനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പമാകില്ലേ എന്ന് ചോദിക്കും. ആ, അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ആലോചിച്ച് വെച്ചേക്കുന്നത് എന്ന് നവീൻ മറുപടി നൽകുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, ഏതായാലും ഇവൾക്ക് എന്നോട് വിരോധമൊന്നും ഇല്ലയെന്ന് ഉറപ്പായി. ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് അറിഞ്ഞത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് പിന്നെ നന്ദുവിനോട് യാത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ നവീൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നവീൻ ആ ഒരു റോഡിലൂടെ തൻ്റെ സൈഡിലൂടെ അങ്ങ് കടന്നു പോകുന്നതെല്ലാം തന്നെ അനി കാണുന്നുണ്ട്. അപ്പോഴായിരിക്കും അനിക്കൊന്ന് ആശ്വാസമാവുന്നത്. പക്ഷേ മനസ്സിലാകെ ടെൻഷനായിരിക്കും. അവിടെ പോയി ഇരുന്നിട്ട് നവീൻ എന്തായിരിക്കും നന്ദുവിനോട് പറഞ്ഞത്? ഇനി ഒരു പക്ഷേ അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടമെങ്ങാനും നന്ദുവിനോട് തുറന്നു പറഞ്ഞു കാണുമോ? പിന്നെ അനിയോട് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു എന്നെങ്ങാനും നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു പറയും അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇതിനിടയിൽ നിന്നിട്ട് അനി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഒരു ഇഷ്ടക്കേടും വിശ്വാസക്കുറവുമൊക്കെ വരുമല്ലോ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് അനിക്ക് ആകെ ടെൻഷനാവുന്നു. ഇനിയും നന്ദുവിനെ കണ്ടില്ലെങ്കിൽ ടെൻഷൻ കാരണം എനിക്ക് എന്തെങ്കിലും അസുഖം വരും. അതുകൊണ്ട് പോയിട്ട് അവളെ ഒന്ന് കാണാം, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ അനി നേരെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവാണ്. ഈ സമയം കനകദുർഗ നവീനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്ത് നല്ല മോനാ അല്ലേ, എന്ത് നല്ല സ്വഭാവമാണ്. നവീൻ മോന് വേണ്ടിയിട്ട് ഏതോ ഒരു കേസിൽ സാക്ഷി പറയാൻ പോയത് കൊണ്ടല്ലേ നമ്മുടെ നന്ദൂട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നവീൻ മോന് വന്നിട്ട് ആ മോളെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിക്കും മൂർത്തി സാറിൻ്റെ കുടുംബം പോലെ നല്ലൊരു കുടുംബം തന്നെയാണ് നവീൻ്റേതും. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ അവൻ പെരുമാറുന്നത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനിയെ കണ്ടതോടുകൂടി തന്നെ കനകദുർഗയുടെ മുഖം അങ്ങ് മാറും. ദേ അനി, ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഈ ചെക്കനോട് എത്രയോ തവണ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുക്കാണ്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് കയറി വന്നു. അനി കയറി വരുന്ന സമയത്തിന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ, മോൻ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല നന്ദു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ ഇതുവരെയൊന്നും വന്നിട്ടില്ലല്ലോ. ആ, അത് ശരിയാണല്ലോ, വന്ന് കാണണ്ടേ. ഇടയ്ക്ക് രാകേഷും വിഘ്നേഷും ഒക്കെ വരാറുണ്ട്, അതുപോലെ നവീൻ പോലും പല തവണ വന്നു. അപ്പോൾ പിന്നെ ഞാൻ മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വന്നതാ എന്നിങ്ങനെ പറയണേ. അന്നേരം ഗോവിന്ദൻ പറഞ്ഞിട്ട്, നവീൻ മോൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അന്നേരം ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്ന സമയത്തിൻ്റെ കനകദുർഗ പറയണേ, നന്ദുവിനെ കാണാൻ പാകത്തിന് അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നയനമോളോട് പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ എന്തിനാ അനി ഇങ്ങോട്ടേക്ക് വന്നത്? വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് പറയും. അതുപോലെ ഗോവിന്ദനും പറയുന്നുണ്ട്, മോനോട് ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഞങ്ങൾക്കറിയാം. ആ അടുപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. മോനോട് ഞങ്ങൾ അതെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. 2 പെൺകുട്ടികളെയാണ് ആ കുടുംബത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. അതിൻ്റെ കൂടെ മൂന്നാമത്തെ ഒരാളും കൂടി അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾക്ക് ഏതായാലും താല്പര്യമില്ല. നയനയുടെയും ആദർശിൻ്റെയും ജീവിതം നല്ല രീതിയിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ പോലും അഭിയും നവ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും അത്ര നല്ല രീതിയിലൊന്നല്ല പോകുന്നത്. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് അബിയുടെ ജീവിതം. ഒരു കുട്ടിയുണ്ട്, ഒരുപാട് സമ്മർദ്ദങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളെ ഇനിയും സമ്മർദ്ദത്തിലാക്കരുത് മോൻ എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് അനിക്കാകെ വിഷമം തോന്നുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും മോൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നന്ദുവിനെ ഒന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി. അന്നേരം കനകദുർഗയും പറയും, ആയിക്കോട്ടെ, ഏതായാലും വന്നതല്ലേ, വാ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോയിക്കോ എന്നും പറയും. അങ്ങനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് അനിയൻ കൂട്ടിയിട്ട് കനകദുർഗ നേരെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലും. നന്ദുവിനോട് പറയുന്നത്, ദേ ആരാ വന്നിരിക്കുന്നത് നോക്കുന്നേ. അങ്ങനെ പറയുമ്പോഴേക്കും അനിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ 2 പേർക്കും പരസ്പരം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ അതറിയാൻ സാധിക്കും. 2 പേരും അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്തിന് കനകദുർഗ ടെൻഷനോട് കൂടെ നോക്കുകയാണ്. 2 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അനി ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ, കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ കുറഞ്ഞു തുടങ്ങി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും.
കണ്ടില്ലേ മോൻ എന്ന് കനകദുർഗ മറുപടി നൽകി. അതുപോലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി എന്ന് അനി പറയുമ്പോൾ കനകദുർഗ പറയുന്നത്, ആ ഞങ്ങളും ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ എന്നിങ്ങനെ പറയാണ്. നന്ദു മറുപടി പറയാനൊന്നും സമ്മതിക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദു പറഞ്ഞത്, അമ്മേ അനിക്ക് കുടിക്കാനൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും കുടിക്കാൻ എടുത്തു വാ എന്നും പറയാണ്. അന്നേരം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ തന്നെ കനകദുർഗക്ക് ഒരു മടിയായിരിക്കും. പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് അനിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പോവാൻ നിന്ന കനകദുർഗ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അനിയോട് പറയാണ്, അനിമോനെ ഇന്നലെ ഒരു കാര്യം നടന്നായിരുന്നു. ഇന്നലെ ഒരുത്തൻ ഇവിടെ മതിൽ ചാടി വന്നു. ആരാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴേക്കും അനി പറയും, അത് കള്ളന്മാരായൊന്നും ആയിരിക്കില്ല ആൻറ്റി, മിക്കവാറും ഇവളുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ, ആ ഞങ്ങളും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ വേറെ ചില സംശയങ്ങൾ കൂടി ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗ അവിടെ നിന്നങ്ങ് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അനി കസാരയൊക്കെ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് വലിച്ചിട്ടങ്ങിരിക്കും. എന്നിട്ട് എടി ഞാനേ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും, നീ ഒന്ന് മിണ്ടാതിരിക്ക്, അമ്മ പുറത്തുണ്ടാവും, അതുകൊണ്ട് പയ്യെ പറയെന്ന് പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നവീൻ വന്നിരുന്നു അല്ലേ, അവൻ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം വെറുതെ വന്നതാണ്, ഞാൻ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു, എന്താ ഇപ്പോൾ വിളിയൊന്നുമില്ലല്ലോ എന്ന്, അതുകൊണ്ട് കാണാൻ വന്നതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവിടെ കനകദുർഗ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ വലിയ വിഷയങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കനകദുർഗ നേരെ അടുക്കളയിലേക്ക് പോവും. പോയി കഴിഞ്ഞപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ വന്നത് എല്ലാവരും അറിഞ്ഞില്ലേ, അവർക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ സംശയമുണ്ട്, അത് അമ്മയുടെ വായിൽ നിന്ന് തന്നെ നീ തന്നെ കേട്ടല്ലോ എന്ന് പറയും. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇനിയും സംസാരിച്ചിട്ട് ആ സംശയം അങ്ങ് ഉറപ്പിച്ചു കൊടുക്കേണ്ട, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയാണ് നന്ദു. അന്നേരം നന്ദുവിൻ്റെ മുഖത്തേക്ക് തന്നെ നേരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നന്ദുവിൻ്റെ കവിളിൽ പെട്ടെന്ന് ഒരു ഉമ്മ അങ്ങ് കൊടുക്കുകയാണ് അനി. അന്നേരം ഇതെന്താടാ, ഇതിനു വേണ്ടിയാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ് നന്ദു. അന്നേരം ആ ഇതിനും കൂടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയണം അനി. അന്നേരം നന്ദു പറയുന്നുണ്ട്, അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ജ്യൂസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരും, അന്നേരം അതും കുടിച്ചിട്ട് നീ വേഗം ഇവിടെ നിന്നും പോവാൻ നോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, എന്തൊരു കഷ്ടമാടി, എല്ലാവർക്കും ഇവിടെ വരാം, എല്ലാവർക്കും നിന്നെ കാണാം, എനിക്ക് മാത്രം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ഒരു 15 മിനിറ്റ് സംസാരിച്ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനിക്ക് ദേഷ്യം വരും. എന്നിട്ട് എന്നാടി നിന്റെ കാൽ ഇനി എന്നാ ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, 2 ആഴ്ച കൂടി വേണമെന്നും കാല് ചവിട്ടുമ്പോൾ പെട്ടെന്ന് നീര് വരുവാണെന്നൊക്കെ പറയാണ് നന്ദു. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ ജ്യൂസുമായി അങ്ങോട്ടേക്ക് വരും. കനകദുർഗ വന്ന് പറഞ്ഞിട്ട്, അതെ ഇവളിങ്ങനെ വയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു, ജ്യൂസൊക്കെ എടുത്തു വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് വന്നത് കേട്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു, ഏതായാലും മോൻ ഇത് കുടിക്കുക എന്ന് പറയും. അങ്ങനെ അനി അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട്, നന്ദുവിനെ കണ്ടു അത്യാവശ്യം സംസാരിച്ചു, ഇനി മോൻ എഴുന്നേറ്റ് പോരെ, അവൾ ഇവിടെ കുറച്ചു നേരം കിടക്കട്ടെ എന്നൊക്കെ പറയാണ്. ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് അനിക്കും നന്ദുവിനും നന്നായിട്ട് അറിയാം. ഏതായാലും അവർ കണ്ണുകൊണ്ടിങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കാണ്ട് പോവുകയാണെന്നൊക്കെ. കനകദുർഗ ഇറങ്ങിപ്പോകുമ്പോഴേക്കും പുറകെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവാണ് അനി. അന്നേരം അനിയുടെ കൈ പിടിച്ച് യാത്രയൊക്കെ പറയുന്നിട്ട് നന്ദു. ഏതായാലും അനി പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായിരിക്കും. നന്ദു ഉമ്മ വെച്ച ആ ഒരു കവിളിൽ ഒരു സമ്മാനമൊക്കെ കൊടുത്തിട്ടാണല്ലോ അനി പോയത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജലജയായിരിക്കും. ജലജ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനി വന്ന് പറയുന്നുണ്ട്, ദേവയാനി വന്ന് ചോദിക്കുന്നത്, ആ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ കയറാതെ ഏട്ടത്തിയും മകനും ജയിലിലായതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കില്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ ശല്യം ചെയ്യാനൊന്നും പാടില്ലല്ലോ, അപ്പോൾ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകൻ ജയിലിലാണെങ്കിലും ജോലി ചെയ്യുന്നതിന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനൊന്നും എനിക്കൊരു യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ ഞാൻ ചെയ്തില്ല, കാരണം നീ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം, നിന്റെ മകൻ ചെയ്ത തെറ്റിൻ്റെ ഒരു ശിക്ഷ ഒരു ഭാഗമെങ്കിലും നീയും അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് എന്നും പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനായിട്ടെത്തി, എനിക്കുണ്ടായത് ഒരു ദുഷ്ടനായി പോയി, ഒരു ക്രൂരനായി പോയി, ഞാനെന്താ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ, ഒരാളും ദുഷ്ടനും ക്രൂരനുമായിട്ടൊന്നും ജനിക്കുന്നില്ല ജലജയെ, നമ്മൾ വളർത്തിയെടുത്താണ് അവരെയൊക്കെ ഇങ്ങനെയാക്കുന്നത്, അവൻ ഇങ്ങനെയാവാനുള്ള മെയിൻ കാരണം നീ മാത്രമാണ്, നീ നേരാവണ്ണം അവളെ വളർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആദർശനും അനിക്കുമൊപ്പം തന്നെ മൂർത്തി ചൊല്ലറിയുടെ തലപ്പത്ത് അവനും ഇരിക്കുമായിരുന്നു, പക്ഷേ തല തിരിഞ്ഞു പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അവൻ നന്നാകുമെന്ന് യാതൊരുവിധ ചിന്തയുമില്ല, പിന്നെ വേറൊരുത്തിയുണ്ടല്ലോ ഇവിടെ അവന്തിക, അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയെന്ന് തമ്പുരാൻ അറിയാം, പിന്നെ നിന്റെ സ്വഭാവം ഗുണം കുറച്ചൊക്കെ കാണും, ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വരുമ്പോൾ ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നിട്ടോ ദേവയാനി.
അന്നേരം ജലജ പിന്നെയും ദേവയാനിയെ ഒന്ന് വിഷമിപ്പിക്കാമെന്ന് ഓർത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏട്ടത്തി, ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ ആദർശിനെ കുറിച്ചുള്ള ചിന്തകളാണ്. എങ്ങനെയെങ്കിലും ആദർശ് അവിടെ നിന്നും ജയിലിൽ നിന്നൊന്ന് രക്ഷപ്പെടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോന്നും ഞാൻ ചെയ്യുന്നത്. ഏട്ടത്തി അമ്പലത്തിലൊക്കെ പോയി വല്ല വഴിപാടൊക്കെ കഴിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. എൻ്റെ മകൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ ഒരുപാട് കാലമൊന്നും അങ്ങനെ ജയിലിൽ കിടക്കാനും പോകുന്നില്ല. പക്ഷേ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നിന്റെ മകനായിരിക്കും. കാരണം അങ്ങ് ആശുപത്രിയിൽ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ അനഘ, അവളുടെ ശാപം ഒരിക്കലും നിന്റെ മകൻ്റെ തലയിൽ നിന്നും പോകത്തില്ല. അത് അവൻ അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഒപ്പം നീയും കാണുമെന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് പോവാണ്. ദേവയാനി പോയി കഴിയുമ്പോൾ ജലജയുടെ മനസ്സിൽ ഓർക്കുകയാണ്, നീ നോക്കിക്കൊടി, നിന്റെ മകൻ അവിടെ ജയിലിൽ കിടന്ന് നിരകിക്കുമെന്ന്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നാക്ക് അങ്ങനെ കരിനാക്കൊന്നുമല്ല. എങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്നതും നടക്കാറുണ്ട്. നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കായിരിക്കും ജലജ. പിന്നീട് കാണിക്കുന്നത് ആദർശിനെ നയനയും കൂടിയാണ്. ഒരുപാട് നാളുകൾ കൂടിയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് നയന വന്ന് കാണുമ്പോൾ ആദർശിന് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹം കൂടുതലൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തിരി സ്നേഹം കാണിക്കുന്ന സമയത്തന്നെ നയന പറയുന്നുണ്ട്, അതെ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് മറന്നു പോവരുത് എന്ന് പറയുന്ന സമയത്തന്നെ ആദർശ് അന്നേരം, അയ്യോ ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി, സോറി എന്നൊക്കെ പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അതെന്താ, സ്വന്തം കുഞ്ഞിനെ പറ്റിയിട്ട് മറന്നു പോകുന്ന അച്ഛനാണോ? അത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ, ഞാൻ ഇത്രയും ദിവസം കാണാതിരുന്നത് കൊണ്ടല്ലേ, അതിൻ്റെ സന്തോഷം കൊണ്ട് എല്ലാം അങ്ങ് മറന്നുപോയി എന്ന് പറയും. പിന്നെ രണ്ടുപേരും കൂടി എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയാണ്. അവർ അബിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അബി അവനിപ്പോൾ ജോലിയൊന്നുമില്ലാതെ അവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, എന്നെ മാത്രമല്ല എന്നെയും അനിയെയും ഈ വീട്ടിലുള്ള എല്ലാവരോടും അവനൊക്കെ ഒരുപാട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടി അവൻ ശത്രുപക്ഷത്ത് കൂടിയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവൻ അങ്ങനെ ശത്രുപക്ഷത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു വിഷവിത്തിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട സമയം കഴിഞ്ഞതാണ്. അനഘയുടെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടതായിരുന്നു. പക്ഷേ തൻ്റെ ചേച്ചിയുടെ കാര്യം ഓർത്തുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നത്, ഇതിപ്പോൾ അപ്പച്ചിക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനിയിപ്പോൾ ചേച്ചിയെ തകർക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചി എങ്ങാനും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമോ, മകൻ്റെ തെറ്റെല്ലാം വിളിച്ചു പറയുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും ആദ്യം പുറത്തു പോകുന്നത് അവരായിരിക്കും. ആ കാര്യം അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. പിന്നെ നിന്റെ ചേച്ചിയുടെ കാര്യം, നിന്റെ ചേച്ചി പണ്ടും നിങ്ങളെപ്പോലെയൊന്നുമല്ലല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുത്തിയുടെ കൂടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുത്തൻ വന്നു കയറിയത് വലിയൊരു വീഴ്ചയും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ കുറച്ചു നേരം അത് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആദർശ് നയനെ ചേർത്ത് പിടിച്ച് ഓരോന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട്, എനിക്ക് പൂജാമുറിയിൽ കയറാനുള്ളതാണെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈശ്വരന്മാരെ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് വെറുതെ വിട്, അവരെപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്ന് പറയും. അങ്ങനെ നീ ഇപ്പോൾ ഏതായാലും പൂജാമുറിയിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് തന്നെ നയന ആദർശിൻ്റെ തോളിലേക്ക് ചാരിക്കിടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാൻ ദൈവത്തെ ശല്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിച്ചത്, ചീത്ത കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.